പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ജയലാൽ എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു. ജയൻ, സോമൻ, സുകുമാരൻ, വിൻസെൻ്റ്, അതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം. കാരണം മമ്മൂട്ടി, മോഹൻലാൽ വന്ന ശേഷം സോമനും സുകുമാരനും വിൻസെൻറ്റും പിന്നോട്ട് പോയല്ലോ. അതുപോലെ ജയൻ അങ്ങനെ ആവുമായിരുന്നോ, അല്ല ജയൻ ഉള്ളത് കൊണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും ചാൻസ് കിട്ടാതിരിക്കുമോ എന്നാണ് പുള്ളി ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മമ്മൂട്ടി മോഹൻലാലും വന്നതുകൊണ്ട് ജയന് തകരാറൊന്നും വരില്ല. സോമൻ, സുകുമാരൻ, വിൻസെൻറ്റിന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻസെൻറ്റ് ജയൻ വന്ന ശേഷം പിന്നോട്ട് പോയി. മമ്മൂട്ടി മോഹൻലാലും കാരണമല്ല വിൻസെൻറ്റിന് ചാൻസ് പറഞ്ഞത്. ജയൻ്റെ സാന്നിധ്യം ജയൻ പിന്നെ സ്റ്റാറായ ശേഷമാണ് വിൻസെൻറ്റ് പിന്നോട്ട് പോയത്. അതിനു മുമ്പ് വിൻസെൻ്റാണ് ആക്ഷൻ ഹീറോ. അപ്പോൾ വിൻസെൻറ്റിൻ്റെ കാര്യം അങ്ങനെ നമുക്ക് കണക്കൂട്ടും. സോമനും സുകുമാരനും ഔട്ടാകാൻ കാരണം, പിന്നോട്ട് പോകാൻ കാരണം മമ്മൂട്ടി മോഹൻലാലും വന്ന ശേഷം മമ്മൂട്ടി മോഹൻലാലും കുറച്ചും കൂടി ഏജ് കുറഞ്ഞാണ് ഇവരെക്കാളും. പിന്നെ സമാന്തര സിനിമകൾ കൂടുതൽ ഇറങ്ങാൻ തുടങ്ങി. ബാലചന്ദ്രൻ മേനോൻ, പ്രിയദർശൻ, അതുപോലെ ഭാരതം, പത്മരാജ്, ഇവരൊക്കെ വന്നതിന് ശേഷം പിന്നെ അവരുടെ പടത്തിൽ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിക്കാൻ തുടങ്ങി. ആ സമയത്താണ് സോമനും സുകുമാരനും കുറച്ച് പിന്നോട്ട് പോയത്. പിന്നെ ജയൻ, മമ്മൂട്ടി മോഹൻലാലും വന്നുകൊണ്ട് പിന്നോട്ട് പോകില്ല. പക്ഷേ ജയൻ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ സമാന്തര സിനിമ വന്നതോടുകൂടി ജയനും പിന്നോട്ട് പോകും. കാരണം ജയന് മെയിനായിട്ട് ആക്ഷൻ ആണല്ലോ. അപ്പോൾ ആക്ഷൻ സിനിമയുടെ കാലം കഴിഞ്ഞ് മമ്മൂട്ടി മോഹൻലാൽ വരുമ്പോഴത്തേക്ക് 82, 83 ആകുമ്പോഴത്തേക്ക് പിന്നെ ആക്ഷൻ ഫിലിമിന് ജനങ്ങൾക്ക് അത്ര താല്പര്യമില്ല. പിന്നെ വരുന്നത് ഭരതൻ്റെയും പത്മരാജിൻ്റെയും KG ജോർജിൻ്റെയും പഞ്ചവടിപ്പാലവും മറ്റേ യവനിക അങ്ങനെയുള്ള പടങ്ങളെല്ലാം ഇറങ്ങാൻ തുടങ്ങി. പത്മരാജൻ്റെ കുറേ ദേശാടന, കിളികരയാറില്ല, അങ്ങനെല്ലാം മറ്റു കുറേ പടം, ബാലചന്ദ്രൻ്റെ കുറേ പിന്നെ താരാട്ട്, കാര്യം നിസ്സാരം, അങ്ങനെയുള്ള മറ്റു കുറേ പടം, കുടുംബകഥകൾ വരാൻ തുടങ്ങി. പിന്നെ പ്രിയദർശൻ്റെ പടത്തിലൊന്നും ജയൻ അഭിനയിക്കാൻ സാധ്യതയില്ല. ജയൻ അഭിനയിക്കാൻ സാധ്യതയില്ലാത്ത സംവിധായകനാണ് പ്രിയദർശൻ. പ്രിയദർശൻ്റെ കോമഡി പടത്തിന് ജയൻ ആവശ്യമില്ല. ചെറുപ്പക്കാരെ ലവ് സ്റ്റോറി ഇതല്ലേ. പിന്നെ അതുപോലെ ഭരതം, പത്മരാജൻ്റെ പടത്തിൽ ജയൻ അങ്ങനെയുള്ള പടത്തിൽ അഭിനയിക്കുന്നതുകൊണ്ട് തയ്യാറൊന്നുമില്ല. പക്ഷേ എന്നാലും മോഹൻലാലൊന്നും അഭിനയിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒന്നാമത് ഏജിൻ്റെ പ്രശ്നം. ജയന് അപ്പോഴത്തേക്ക് 43 വയസ്സാവും. ഇവർ 20, 23 വയസ്സാണ് മോഹൻലാലിന്. അങ്ങനെയുള്ള കഥാപാത്രമാണ് മോഹൻലാലിന് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ മമ്മൂട്ടി ജയനുടെ സമയത്ത് പിന്നോട്ട് പോകും. മമ്മൂട്ടി എടുക്കുന്ന റോളിൽ ശേഷം ജയന് കിട്ടും. കാരണം മമ്മൂട്ടിൻ്റെ അടിയൊഴുക്കൾ, മഹായാനം, പിന്നെ ആവനാഴി, അങ്ങനെയുള്ള പറഞ്ഞ് കുറേ പടങ്ങളുണ്ട്, ലൈവ് വിശേഷിൻ്റെ പടമെല്ലാം. അതിൽ ജയൻ അങ്ങനെ പോകും. മമ്മൂട്ടിൻ്റെ കാര്യം പോക്കായിരിക്കും ജയനുണ്ടെങ്കിൽ. മോഹൻലാലിന് ഒന്നും വരാൻ പോകുന്നില്ല. നെടുമുടി, മോഹൻലാൽ അവരൊക്കെ ആ സമയത്ത് അവർക്ക് അങ്ങനെയുള്ള കഥകളുണ്ടായിരുന്നു. മമ്മൂട്ടിക്ക് ചാൻസ് കിട്ടൂല ജയനുള്ള സമയത്ത്, അവസരം കൊടുക്കണ്ടേ. മമ്മൂട്ടി ജയൻ്റെ ഒഴിവിലാന്നല്ല അവസരം കിട്ടിയത്. സ്ഫോടനത്തിൽ ജയൻ്റെ ഒഴിവിലാന്നല്ല അങ്ങനെ കിട്ടുന്നത്. അപ്പോൾ സ്ഫോടനത്തിൻ്റെ മമ്മൂട്ടിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ടാണ് മമ്മൂട്ടിക്ക് പിന്നീട് ചാൻസ് കിട്ടാൻ തുടങ്ങിയത്. ബാലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റിൽ അന്നൊരു കുറച്ച് ജയനെ പോലത്തെ ഒരു ആക്ഷനായിരുന്നു സ്ഫോടനത്തിലല്ലോ. അപ്പോൾ അതിന് പിന്നീട് മമ്മൂട്ടിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ ജയനുണ്ടെങ്കിൽ സ്ഫോടനത്തിലൊന്നും മമ്മൂട്ടിക്ക് ചാൻസ് കിട്ടൂല. മമ്മൂട്ടിക്ക് പിന്നെ കയറി വരാൻ ഭയങ്കര പാടുപെടേണ്ടി വരും. മമ്മൂട്ടിക്ക് കയറി വരാൻ തന്നെ കഴിയില്ല ജയനുണ്ടാകുമ്പോൾ. പിന്നെ ജയൻ്റെ ഈ ചെറുപ്പക്കാർ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ മോഹൻലാൽ മാത്രമായിരിക്കും. പിന്നെ ജയനും ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. പിന്നെ പണ്ടത്തെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിനെ പോലെ മോഹൻലാൽ മാത്രം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഒരവസ്ഥ വരും ആ കാലത്ത്. ജയന് മോഹൻലാലിൻ്റെ കൂടെ തുടർച്ചയായിട്ട് അങ്ങനെ പോകാൻ കഴിയില്ല. മോഹൻലാൽ എടുക്കുന്ന പോലത്തെ റോളും ജയനെ കൊണ്ട് കഴിയില്ല. മമ്മൂട്ടി തീരെ ഉണ്ടായും ചെയ്യില്ല. അപ്പോൾ സുകുമാരൻ ഔട്ടായ ശേഷം കുറച്ച് കഴിയുമ്പോൾ ജയനും ഔട്ടാവും. പിന്നെ മോഹൻലാൽ മാത്രമായിരിക്കും. ഒരേ ഒരു ഹീറോ നസീർ സാറിനെ പോലെ മോഹൻലാലാവും. ജയനില്ലാത്തതുകൊണ്ടാണ് മോഹൻലാലിന് എതിരാളി മമ്മൂട്ടി വന്നത്. അപ്പോൾ ഇതാണ് അവസ്ഥ.
മമ്മൂട്ടി എതിരാളി വന്നതെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പിന്നീട് കഥയുള്ള ഫിലിമിൽ അഭിനയിക്കാൻ തുടങ്ങി. ആൾക്കൂട്ടത്തനി, അക്ഷരങ്ങൾ. ജയനെ പോലെയല്ല അഭിനയിക്കുന്നത്. ജയനെ പോലെ അഭിനയിച്ച് ഒരു കാലത്ത് അഭിനയിച്ചിരുന്നു. സ്ഫോടനത്തിൽ ഒരു 4-5 വർഷം ജയനെ പോലെ അഭിനയിച്ച് പിന്നെ മമ്മൂട്ടി ശൈലി മാറ്റി. ജയൻ്റെ അതേ ശൈലിയിലാണ് മമ്മൂട്ടി പോയിട്ടുണ്ടെങ്കിൽ 86-87 മമ്മൂട്ടി ഔട്ടായിരുന്നു. മമ്മൂട്ടി ചുവട് മാറ്റി എങ്ങനെ ലവി ശശിൻ്റെ പടത്തിൽ, KG ജോർജിൻ്റെ പടത്തിൽ, ഭരതൻ്റെ പടത്തിൽ, പത്മരാജൻ്റെ പടത്തിൽ മമ്മൂട്ടിക്ക് അവസരം കിട്ടി. അപ്പോൾ മമ്മൂട്ടി ആക്ഷൻ ഹീറോ അല്ലാതെ ഒരു നടനായി മാറി. അല്ലെങ്കിൽ മമ്മൂട്ടി ആക്ഷൻ ഹീറോ ആയി മാറുമായിരുന്നു ഇവരൊന്നും ഇല്ലെങ്കിൽ. മമ്മൂട്ടി പെട്ടെന്ന് ഔട്ടാവും, 86 ഔട്ടാവും മമ്മൂട്ടി. പിന്നെ മോഹൻലാൽ മാത്രമേ ഉണ്ടാവും. അപ്പോൾ ജയലാൽ പറഞ്ഞതിന് ഞാനൊരു വീഡിയോ ചെയ്തത്. ഓക്കെ.